കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന കോട്ടയത്തെ പ്രചാരണം ശക്തമായി. സമരാഗ്നി യാത്ര ജില്ലയിലെത്തിയതോടെ UDF ക്യാമ്പും ഇപ്പോൾ ആവേശത്തിലാണ്. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും ഓടിയെത്താനുള്ള ശ്രമത്തിലാണ് LDF സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉടൻ ഉണ്ടായേക്കും എന്ന സൂചന വരുന്നു. കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിന് ഓരോ ദിവസം കഴിയുന്തോറും വീറും വാശിയും കൂടുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയെങ്കിലും പ്രചാരണത്തിൽ മാണി വിഭാഗത്തിന്റെ മുന്നിലെത്താനുള്ള നീക്കമാണ് ജോസഫ് വിഭാഗം നടത്തുന്നത്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന സമരാഗ്നി യാത്ര ജില്ലയിലെത്തിയതോടെ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവേശം ഇരട്ടിയായി. മധുരമായ പ്രതികാരം ചെയ്യാൻ വേണ്ടി കൂടിയുള്ള അവസരമായി തെരഞ്ഞെടുപ്പിനെ കാണണം. മാണി അവന് കിട്ടിയ ഭൂരിപക്ഷം അറിയാലോ. അതിന്റെ അപ്പുറത്തേക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ശ്രീ ഫ്രാൻസിസ് ജോർജിന്റെ ഭൂരിപക്ഷം പോകണം. ബഹളങ്ങൾക്ക് നിൽക്കാതെ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന്റെ മേൽക്കൈ നിലനിർത്താനാണ് LDF സ്ഥാനാർത്ഥി ശ്രമിക്കുന്നത്. മുക്കിലും മൂലയിലും ഓടിയെത്താനുള്ള ശ്രമത്തിലാണ് തോമസ് ചാഴികാടൻ. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനങ്ങൾ തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത്. നല്ല മത്സരം നടക്കും, ഭംഗിയായിട്ട് മുമ്പോട്ട് പോകും. യാതൊരു വ്യക്തിപരമായ യാതൊരു ആരോപണങ്ങളും ഇല്ലാതെ ആയിരിക്കും ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. BDJS-ഉം താഴെത്തട്ടിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. NDAയിലെ സീറ്റ് വിഭജനം പൂർത്തിയായാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും. തുഷാർ വെള്ളാപ്പള്ളി തന്നെ സ്ഥാനാർത്ഥിയായി എത്താനാണ് സാധ്യത. 24 കോട്ടയം.